ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഉണ്ണിക്ക് ഇന്ന് 1 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോണത്. പക്ഷെ എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി ഭാഗമൊക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ കുറേയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. പിന്നെ ഫോണ് ആരുടെയും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കേക്ക് കട്ടിങ്ങും പിന്നെ അതേപോലെ തന്നെ ഉണ്ണിക്ക് ഫുഡ് കൊടുക്കണ ആ ഒരു വീഡിയോ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ളതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ ഇതേ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് ഉടുപ്പൊക്കെ ഇട്ടിട്ട് നേരെ അമ്പലത്തേക്ക് പോകാം കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി ഇതേപോലെ എല്ലാവരോടും പറഞ്ഞിട്ട് ബർത്ത്ഡേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വരുന്നത് നമ്മൾ ജനിച്ച ദിവസം ഉണ്ടല്ലോ ഡേറ്റിൽ, ആ ഒരു ഡേറ്റിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നാളെ വരുന്നത് ഒരു ഇട ദിവസമൊക്കെ ആയിട്ടായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അന്നത്തെ ദിവസം ആഘോഷിക്കേണ്ട നമുക്ക് കറക്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ 28 ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒഴിവ് ദിവസമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അന്നത്തെ ആ ഒരു ഡേറ്റിലാണ് കേട്ടോ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് തന്നെ കേട്ടോ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു പരിപാടിയുടെ തലേ ദിവസം വരെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു പരിപാടിയുടെ അന്ന് നല്ല ഗംഭീര മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് കാലത്ത് ഇതേ കുടയൊക്കെ ചൂടിയിട്ട് ഞങ്ങളിത് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അത് ഈ ഒരു വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടി ഇതേപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ ചാറി ചാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ നടന്നിട്ട് നമ്മളിത് നേരെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വേറെ 1-2 അമ്പലത്തേക്ക് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമയം കിട്ടിയില്ല. പിന്നെ അതേപോലെ തന്നെ മഴ ആയതുകൊണ്ട് നമുക്ക് പോകാനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു അമ്പലത്തിലേക്ക് മാത്രമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്പലത്തിലെത്തി ഉണ്ണിയുടെ പേരിലും പിന്നെ ബാക്കിയുള്ള എല്ലാവരുടെ പേരിലും വഴിപാടും പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചീട്ടാക്കാനായിട്ട് നിന്നു കേട്ടോ. അങ്ങനെ എന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ തൊഴുതു. അപ്പോൾ നമുക്കറിയാലോ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും വീഡിയോസും അങ്ങനെയൊന്നും എടുക്കാനായിട്ട് പാടില്ല എന്നുള്ളത്. എത്ര പെട്ടെന്നാണെന്നറിയാം 1 വയസ്സ് പോയതെന്ന് തന്നെ നമുക്കറിയുന്നില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ തോന്നുമ്പോൾ ഇത് വളരണ്ടേയിരുന്നില്ല. ആ ഒരു ചെറിയൊരു പ്രായം നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ പോലെ തോന്നാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം പിന്നെ പുതിയ പുതിയ ഓരോ വാക്കുകൾ വിളിക്കുമ്പോഴും അതേപോലെ തന്നെ ഓരോ ദിവസം കഴിയുമ്പോൾ സന്തോഷമുണ്ട് എന്ന് അതിൻ്റെ ഒപ്പം നമുക്ക് ചെറിയ രീതിയിലുള്ള എന്താണെന്ന് പറയുക ഒരു സങ്കടം പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതെല്ലാവർക്കും ഇതുപോലെ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ചില ടൈമിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇവരേനെ ആലോചിച്ചിട്ടൊക്കെ ഇങ്ങനെ വിഷമമൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചു വഴിപാടുകളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഇവിടെ പോളിയോ കൊടുക്കുന്ന ദിവസം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്കിത് പോളിയോയും കൂടി കൊടുത്തിട്ട് പോകാമെന്ന്. അപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതേപോലെ ഈ ഒരു ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു കേട്ടോ കൊടുക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ചിലപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവിടുത്തെ ഇതും കഴിയും ചെയ്യും. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇനി അത് ഒരു ബുദ്ധിമുട്ടൊക്കെ ആവില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ പോളിയൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ഇത് എല്ലാവരും ഇത് ബലൂണൊക്കെ വീർപ്പിച്ച് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നിധിമോളുടെ കൂട്ടുകാരെന്ന് പറയുന്നത് ഇവരൊക്കെയാണ് കേട്ടോ. കുറേ ചേച്ചിമാരാണ് കേട്ടോ. അപ്പോൾ അവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പണിയെടുക്കാനായാലും വേറെ എന്തെങ്കിലും എനിക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾക്കൊരു കുഴപ്പമില്ല കേട്ടോ. കുറേ നേരം അവരുടെ അടുത്ത് കൂടെ ഇരുന്നിട്ടും അതേപോലെ തന്നെ കളിച്ചിട്ടൊക്കെ നടക്കും. അപ്പോൾ ഇവർ ഇതേപോലെ ആകുമ്പോൾ അവളെന്നെ എടുത്തിട്ടൊക്കെ നടക്കുമ്പോൾ വലിയ വാശി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ തന്നെ ആകുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് മാറി എന്നെ ചെയ്യില്ല കേട്ടോ. എപ്പോഴും ഞാൻ തന്നെ ഇങ്ങനെ എടുത്ത് നടക്കണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എപ്പോഴും അടുത്ത് എന്നെ കാണണം, അങ്ങനത്തെ ഒരു സ്വഭാവം. പക്ഷേ ഇവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കൂടെ ഇങ്ങനെ കളിച്ചിട്ടൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് പറ്റണ രീതിയിൽ ഇതേപോലെ അറേഞ്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ആയിട്ട് ഇത് ബലൂണും ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എഴുതിയതും പിന്നെ ലേസറൊക്കെ അതേ നമ്മൾ ഒട്ടിച്ചിട്ട് ഇവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതും വേറെ ആരൊക്കെയാണ് എടുത്തത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 11:30 ആ ഒരു ടൈമിലൊക്കെ തോന്നുന്നു നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കേട്ടത് ഈ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരെണ്ണം നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അതേ ടേബിളിൽ ഫുള്ള് നമ്മൾ കേക്കും മിഠായിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ബലൂണൊക്കെ നമ്മളതേ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഓരോരുത്തർ ഗിഫ്റ്റ് തരുന്നത് അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ സ്പേസ് കുറച്ച് കുറവാണ് കേട്ടോ. പക്ഷേ പറ്റാവുന്ന അത്ര അടിപൊളി ആക്കിയിട്ടുണ്ട് എന്നാണ് കേട്ടോ എനിക്ക് തോന്നണത്. അങ്ങനെ ഇതേ കേക്ക് കട്ടിങ്ങൊക്കെ നടക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷൻ്റെ സാധനങ്ങൾ ഞാൻ ആദ്യം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള തീം നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25-ാം തീയതി 24-ാം തീയതി കിട്ടേണ്ട സാധനം ഡിലേ ആയിട്ട് പിന്നെ അത് ജൂലൈ 1-ാം തീയതിക്ക് ആക്കിയിട്ട്
എന്നിട്ട് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ കുന്നംകുളത്തൊക്കെ പോയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം കേക്ക് മുറിച്ചതിന് ശേഷം പിന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ കാര്യങ്ങൾ മറന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തൊപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് വെക്കാനായിട്ട് മറന്നു. അതേപോലെ തന്നെ പോപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും പൊട്ടിക്കാനായിട്ട് മറന്നു. അങ്ങനെ എല്ലാതും കൂടി ആയപ്പോൾ ആ ടെൻഷനിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ആളെന്നെ ആളുടെ വായിൽ വെച്ചിട്ട് കഴിക്കാനുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരം, മിഠായി ഈ വക സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. കാരണം ഈദുമോൾക്ക് തന്നെ ഇത് നമ്മൾ ചെറുപ്പത്തിൽ കൊടുത്തിട്ട് ആളുടെ പല്ലൊക്കെ പുഴുപ്പല്ലൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോഴും അതെ, കുറേ പല്ലൊക്കെ അകത്ത് കേടായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഉണ്ണിക്ക് എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മധുരമൊന്നും കൊടുക്കരുത് എന്നുള്ളത്. ഇപ്പോൾ ഈദുമോൾക്കായാലും നമ്മൾ കൊടുത്തിട്ടല്ല, പക്ഷേ പുറമേക്ക് ആരെങ്കിലും എടുത്തു കൊണ്ടായാലും അവരാദ്യം കൊടുക്കുക ഇതേപോലെ വലിയ മിഠായിയോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഉണ്ണീനെ അതേപോലെ ആക്കണ്ട വെച്ചിട്ട് ഞാൻ കുട്ടികൾ എടുക്കുമ്പോഴും അവരോട് പറയാറുണ്ട് അങ്ങനെ മിഠായും കാര്യങ്ങളൊന്നും കൊടുക്കല്ലേ എന്നുള്ളത്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കേക്കും മിഠായും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം നമ്മളിത് ഊണ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നല്ല ഗംഭീരമായിട്ടുള്ള സദ്യ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിച്ച് പായസമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പായസമൊക്കെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് അത്ര വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് പിറന്നാളിൻ്റെ അന്ന്, അതായത് നാളിൻ്റെ അന്ന് ഞാൻ ചെറിയ രീതിയിൽ നമുക്കൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു, ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിഭവങ്ങളൊന്നുമല്ല, സാമ്പാറും ഉപ്പേരിയും അവിയലും എലശ്ശേരിയും പിന്നെ അച്ചാർ, പുളിഞ്ചി, പായസം അങ്ങനെയൊക്കെ വെച്ചിട്ട് കേട്ടോ. പിന്നെ ആ ഒരു ഡെക്കറേഷൻ്റെ സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഒന്ന് വെറുതെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ നമ്മുടെ റാഗിപ്പൊടി ഉണ്ടല്ലോ, റാഗിപ്പൊടിയും അതേപോലെ തന്നെ ശർക്കരയും ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. റാഗിപ്പൊടിയാണെന്നൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ, പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മേലെ പിന്നെ ഞാൻ കുറച്ച് കൊക്കോ പൗഡറിൽ പാലും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം പോലെ ആക്കിയിട്ട് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് മിഠായി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തുന്നുള്ളൂ കേട്ടോ. പിന്നെ ടേബിളിൻ്റെ മേലെ ഞാൻ കുറച്ച് മിഠായിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തതിന് ശേഷം ഇന്ന് ഞാൻ നേരത്തെ തന്നെ ഒന്നിൻ്റെ ആ ഒരു മെഴുകുതിരി ഉണ്ടല്ലോ അതൊക്കെ കത്തിച്ചിട്ട് നമ്മൾ വെറുതെ നമ്മളൊന്ന് കട്ട് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങൾ 3 മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഉണ്ണിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിക്ക് ഇഷ്ടമായിട്ടുണ്ട് സംഭവം. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിലായതുകൊണ്ട് ചെറിയ രീതിയിൽ തണവ് ഉണ്ടായിരുന്നു. അപ്പോൾ തണവത്ത് ഇരിക്കണോണ്ടാണ് തോന്നുന്നു ആദ്യം ഒന്നും കഴിച്ചില്ല. പിന്നെ തണവ് മാറിയിട്ട് ഞാൻ ചെറിയ പീസ് കൊടുത്തപ്പോൾ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ സദ്യ കഴിക്കാനായിട്ട് പോവായിരുന്നു. സദ്യ ഞാൻ ചെറിയ ഇലയിൽ ആദ്യം തന്നെ ഞാൻ ചോറ് ഇട്ടെടുത്തപ്പോൾ അപ്പോഴത്തേനും അതേ ഒക്കെ പരത്തി കൂട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടും ഗിരുമോളുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും പോകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1:30 ആകുമ്പോഴത്തേനും നമുക്ക് പോവുകയും വേണം. അപ്പം ഗീതുമോൾക്ക് ഇന്നാണെങ്കിൽ സ്കൂളിലുള്ള ദിവസമാണ് കേട്ടോ, ബുധനാഴ്ച ആയിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഗീതുമോളനെ കൊടുന്നിട്ട് ഇനി നമുക്ക് 1:30 ആകുമ്പോഴത്തേനും സ്കൂളിലേക്ക് പോവുകയും വേണം. പിന്നെ ഇലയിലുള്ള ഓരോ സാധനങ്ങൾ വലിച്ചിടുന്നതുകൊണ്ട് ഞാൻ വേഗം ഗീതുമോളോട് പറഞ്ഞു ഉണ്ണീനൊന്ന് കുറച്ച് നേരം എടുക്കുക, അപ്പോഴത്തേനും അമ്മ ഇതൊക്കെ വിളമ്പിയിട്ട് വിളിക്കാമെന്നുള്ളത്. അങ്ങനെ ഒരു പായസം പിന്നെ വെള്ളമൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ സദ്യയൊക്കെ നമ്മൾ വിളമ്പിയിട്ട് ഉണ്ണീനെ ഫ്രണ്ടിലൊക്കെ ഇരുത്തിയപ്പോഴത്തേനും ആൾക്ക് ഇപ്പോൾ ഉള്ള ശീലം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ഇരുന്ന് കഴിക്കും. നമ്മൾ കൊടുത്താലൊന്നും ചിലപ്പോൾ കഴിക്കില്ല, പക്ഷെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണെങ്കിൽ കഴിക്കും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ ആകെ പൂക്കളം പോലെ പരത്തിയിടുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ വരുമ്പോഴും നമ്മൾ മിസ് ചെയ്യണ ഒരാളെന്ന് പറയുന്നത് ഇവരുടെ അച്ഛനെയാണ് കേട്ടോ. മിക്ക പരിപാടികൾക്കും ഇവിടെ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം നോക്കുമ്പോൾ നമുക്ക് നല്ല വിഷമാവാറുണ്ട്. ഒക്കെ നിർത്തി പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും പറ്റിയൊരവസ്ഥയൊന്നുമല്ല. അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. ഇതിൽ ഞാൻ 2 ദിവസത്തെ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ അന്നത്തെ 2 ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.